ഈ പടക്കം മാത്രമല്ല കേട്ടോ, ദീപാവലിയുടെ ഒരു പ്രത്യേകത ഈ ദീപക്കാഴ്ചകളും ശബ്ദത്തിൻ്റെ ഭംഗിയൊന്നുമല്ല. അതിനേക്കാൾ ഭംഗിയുള്ള ഒന്ന് നമ്മുടെ സ്വീറ്റ്സ് ആണ് അല്ലേ? കേരളത്തിലെ ദീപാവലി ആഘോഷം പൊടിപിടിക്കുമ്പോൾ ദീപം കത്തിച്ചും പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമൊക്കെയാണ് ആഘോഷം. ദീപാവലിയോട് പ്രമാണിച്ച് മട്ടാഞ്ചേരിയിലെ സ്വീറ്റ്സ് കടകളും സജീവമാണ്. ലഡുവിനും ഹലുവകൾക്കുമൊപ്പം ആപ്പിൾ പേട, സ്ട്രോബെറി പേട പോലെയുള്ള വെറൈറ്റികളും ഇത്തവണയുണ്ട്. മട്ടാഞ്ചേരിയിലെ മധുരപലഹാരക്കടയിൽ നിന്ന് ഷബാസ് അഹമ്മദ് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഷബാസ് അഹമ്മദ്, വെരി ഗുഡ് മോർണിംഗ് ഷബാസ് അഹമ്മദ്. ഹാപ്പി ദീപാവലി. കൊതിയൂറുന്ന വിഭവങ്ങളാണ്. ഷുഗറൊക്കെ ഉള്ളവരെ കുറച്ച് നേരം ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്നാൽ മതി, കഴിക്കണമെന്നില്ല. നമുക്ക് പുതിയ ഐറ്റങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ദീപാവലിയുടെ സ്പെഷ്യൽ ഐറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഹാപ്പി ദീപാവലി. ഈ ദീപാവലി എന്നാൽ ഒരു മധുരത്തിന്റെയും ഈ വിളക്കിന്റെയും ഒക്കെ ഒരു ആഘോഷമാണ്. ഇന്ന് ആളുകൾ ദീപം തെളിയിച്ചും വിളക്ക് തെളിച്ചും ഒക്കെ ഈ മധുരം വിതരണം ചെയ്തും ഒക്കെയാണ് ഈ ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലിയുടെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ സ്വീറ്റ്സ് എന്ന് പറയുന്നത്. ഈ മധുര പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ദീപാവലി എത്തിയ ഒരു സന്തോഷവും ദീപാവലിയുടെ ഒരു ആഘോഷത്തിന്റെ മൂഡും ഒക്കെ ലഭിക്കുന്നത് ഈ സ്വീറ്റ്സ് കാണുന്നതാണ്. ഈ കൊച്ചിയിൽ തന്നെ ഏറ്റവും ഭംഗിയായി ദീപാവലി ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് മട്ടാഞ്ചേരിയിലെ ഈ ഗുജറാത്തി സ്ട്രീറ്റ്. ഇവിടെയുള്ള ഒരു സ്വീറ്റ്സ് കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സ്വീറ്റ്സ് വാങ്ങാനുള്ളവരൊക്കെ ഏകദേശം ഇന്നലെ വാങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇന്നും ആളുകൾ പല സമയങ്ങളിലായി വന്ന് കുറച്ച് സ്വീറ്റ്സുകൾ വാങ്ങി വരുന്നുണ്ട്. എന്തായാലും പല വെറൈറ്റി സ്വീറ്റ്സുകൾ ഇത്തവണയുണ്ട്. കടക്കാരനുണ്ട് നമ്മളൊപ്പം. ഏതൊക്കെയാണ് ഇത്തവണയുള്ള വെറൈറ്റി സ്വീറ്റ്സുകൾ? അപ്പൊ ഈ പ്രാവശ്യം നോർമൽ സ്വീറ്റ്സ് ഉണ്ട്. ലഡു, ജിലേബി, മൈസൂർ പാക്ക്, സാട്ട, സോൻ പാപ്പടി. പിന്നെ എക്സ്ക്ലൂസീവ് ഐറ്റംസ് മിൽക്ക് സ്വീറ്റ്സും ഉണ്ട്. പേട ഐറ്റംസ്, ബർഫി, കാജു കത്രി, മിൽക്ക് കേക്ക്, പല ടൈപ്പ് ബർഫീസ് ഉണ്ട്. മിൽക്ക് ബർഫീസ്, ചോക്ലേറ്റ് പേട, ആപ്പിൾ പേട, സ്ട്രോബെറി പേട. പിന്നെ ഹൈ റേഞ്ചുള്ള ഐറ്റംസ് ആണ് കശുവണ്ടിയുടെ ഐറ്റംസ്, കാജുയുടെ. അത് കുറച്ച് എക്സ്പെൻസീവ് ഐറ്റംസ് ആണ്. അങ്ങനെ കുറെ ഒരു 200 വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഡ്യൂറിംഗ് ദിവാലി. ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോഴും? അതെ, ബിസിനസ് പഴയ ഷോപ്പാണ്. 73 ഇയേഴ്സ് ഓൾഡ് ഷോപ്പാ. അപ്പോൾ അപ്പൂപ്പൻ തുടങ്ങിയ ഷോപ്പാണ്. അപ്പോൾ ബിസിനസ് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും അറിയണ കടയാണ്. ഇപ്പോഴും ആളുകൾ സ്വീറ്റ്സ് വാങ്ങാനായി എത്തുന്നുണ്ട്. ഇതാ ഒരു കൊച്ചു മോളുണ്ട്. മോൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ്? ഏതാ ലഡു ആണോ ഇഷ്ടം? ലഡു വാങ്ങി വന്നിട്ട് വാങ്ങിത്തരാൻ പറഞ്ഞില്ല അച്ഛനോട്? വേണ്ട ലഡു വേണ്ട ദീപാവലി ആയിട്ട്? സ്വീറ്റ്സ് വാങ്ങാൻ എത്തിയാണോ? ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെയാ വാങ്ങുന്നത്? ഐറ്റംസ് എല്ലാം കൂടി മിക്സഡ് ആയിട്ട് ഇട്ടുണ്ട്. അതെ, ദീപാവലി മധുരം കഴിച്ച് ആഘോഷിക്കാൻ നിൽക്കണല്ലേ? അതെ. ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഏതാ? ഏതാ ഇഷ്ടം? പേട. ഇത്തവണ പല വെറൈറ്റി പേടകളുണ്ട്. ആപ്പിൾ പേട, സ്ട്രോബെറി പേട ഒക്കെ ഉണ്ട്. അതൊക്കെ പരീക്ഷ നോക്കിയോ? ഇല്ലില്ല, നോക്കണം. അതെ. ഓക്കെ അരുൺകുമാർ, അങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ എന്തായാലും പല വെറൈറ്റികളുണ്ട്. ആപ്പിൾ പേട, സ്ട്രോബെറി പേട, ചോക്ലേറ്റ് പേട, അങ്ങനെ തുടങ്ങി പല വെറൈറ്റികൾ നമുക്ക് ഇങ്ങനെ കാണാം. എന്തായാലും ഈ ദീപാവലി എത്തി എന്ന് നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള സ്വീറ്റ്സ് കടകളിൽ ചെന്ന് ഈ സ്വീറ്റ്സ് നിരത്തി വെച്ചത് കാണുമ്പോഴാണ്. എന്തായാലും കാണുന്നവർക്കൊക്കെ വായിൽ വെള്ളമൂറുന്ന തരത്തിലാണ് ഇവിടെ സ്വീറ്റ്സ് വിപണി പുരോഗമിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ കാണുമ്പോൾ നാവിൽ വെള്ളമൂറുന്നവരുണ്ടാവും. മധുരമാണ്, കുറച്ചൊക്കെ കഴിച്ചാൽ മതി. എങ്കിലും ദീപാവലിയല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായി കൊടുത്തോളൂ, അവരൊക്കെ കഴിക്കട്ടെ. ദീപാവലി എന്ന് പറഞ്ഞാൽ രുചിച്ചുകൂടി അറിയേണ്ടതാണ്. കണ്ടറിയണം, രുചിച്ചറിയണം, കേട്ടറിയണം. ദീപാവലി ആഘോഷങ്ങളിൽ മധുരമില്ലാതെ എന്തല്ലേ.